Hello guys, welcome back to my YouTube channel. ഞാൻ എന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, എനിക്ക് യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെയാണ് ഞാൻ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സെയിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്തതും. അപ്പോൾ അതിനെല്ലാം കാരണക്കാർ നിങ്ങൾ കാണുന്ന ഓരോരുത്തരുമാണ്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ സെയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം നല്ല സെയിൽ തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. അതിന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ഓരോരുത്തരും നന്ദി ചോദിക്കുകയാണ്. കാരണം നിങ്ങൾ കാരണമാണല്ലോ എനിക്കിങ്ങനെ ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റിയതും. താങ്ക് യു സോ മച്ച്. അതെനിക്ക് എത്ര വാക്ക് പറഞ്ഞാലും അത് തീരൂല. അതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒരു അപ്ഡേറ്റ് പോലെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം, മെയിനായിട്ട് എനിക്ക് വരുന്നൊരു ഒരു കമൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേർഡ് എന്ന് പറയില്ല, എനിക്ക് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് കിട്ടുന്നില്ല എന്ന് കുറേ പേര് എനിക്ക് മെസ്സേജ് ഇരിക്കുന്നു. എല്ലാവരും എന്ന് പറയുന്നില്ല, ചിലപ്പം ആ റിപ്ലൈ ലേറ്റ് ആവുന്ന ആൾക്കാരായിരിക്കും എനിക്ക് അങ്ങനെ വീണ്ടും മെസ്സേജ് ഇടുന്നത്. അപ്പം അതിനുള്ളൊരു റീസൺ, അങ്ങനെ കുറച്ച് റീസൺ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഓൾറെഡി ഞാൻ വർക്കിംഗ് ആണ്, എനിക്ക് ജോബുണ്ട്. സോ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് 6 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വീടെത്തുന്നത് ഒരു 7 മണി 7:30 മണി സമയത്താണ്. സോ അതിൻ്റെ കൂടെ തന്നെ അതിനുശേഷം വന്നിട്ടാണ് പിറ്റേന്നത്തേക്കായിട്ടുള്ള സെയിലിലുള്ള കിറ്റ് ഞാൻ പാക്ക് ചെയ്യുന്നതും മറ്റു കാര്യങ്ങൾ. പിന്നെ നമുക്ക് നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങൾ കാണും, എൻ്റെ ജോബ് റിലേറ്റഡ് കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഓരോ പേഴ്സണൽ കാര്യങ്ങളും നമുക്ക് കാണും. ഇതെല്ലാം ഞാൻ ആ ഒരു ദിവസം എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ പോലെയാണ് പോകുന്നത്. ഇതിപ്പം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല, ബട്ട് എനിക്ക് കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ട് മാത്രം ഞാനത് പറയുകയാണ്, പറയേണ്ട ഒരു അവസരം വന്നതുകൊണ്ട് മാത്രം പറയുകയാണ്. അപ്പം ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഞാൻ എനിക്ക് തരുന്ന ഓർഡറിന് റിപ്ലൈ കൊടുക്കുന്നത് രാവിലെ എല്ലാം ട്രാവലിംഗ് ടൈമിലാണ് ഞാൻ കൂടുതലും റിപ്ലൈ കൊടുക്കുന്നത്. അപ്പം രാവിലെ ഞാനൊരു 7 മണി തൊട്ട് ഒരു 8 മണി വരെ, അല്ലെങ്കിൽ ഒരു 6:45 തൊട്ടൊരു 7 മണി 8 മണി വരെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഓർഡേഴ്സിന്. അപ്പം കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം ഞാൻ അന്നേരം തന്നെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഈവനിങ് ഞാനൊരു 8 മണിക്ക് ശേഷം ആണ് ഞാൻ പിന്നെ വരുന്ന ഓർഡേഴ്സ് എടുക്കുന്നത്. അതായത് എനിക്കിപ്പം ഞാൻ നേരത്തെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു, അല്ലെങ്കിൽ പാക്കിംഗ് കുറച്ച് ദിവസം, അതായത് കൊറിയർ അയക്കാനുള്ളത് കുറച്ച് ഐറ്റംസ് ഉള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ ഓർഡേഴ്സ് ഇരുന്ന് എഴുതിയെടുക്കാറുണ്ട്. അതേപോലെ നമുക്കൊരു എൻക്വയറി വരുമ്പം ഒറ്റയടിക്ക് അവർ ഡീറ്റെയിൽസ് എല്ലാം തന്ന്, നമുക്ക് അഡ്രസ്സും ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും തന്നങ്ങ് കിറ്റിന് വേണ്ടിയിട്ടുള്ള സെയിലും കാര്യങ്ങൾ അതുമായിട്ട് ഫോർവേഡ് ചെയ്യല്ല, ലൈക്ക് പേയ്മെൻറ്റ് ചെയ്തെല്ലാം കഴിയുന്നതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അവർ ഡീറ്റെയിൽ ചോദിക്കാറുണ്ട്, പിന്നെ നമ്മുടെ കയ്യിൽ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കണം. പിന്നെ അവരുടെ ഓരോ മെസ്സേജസിനും നമ്മൾ റിപ്ലൈ കൊടുത്ത് ഒരാൾക്ക് മുകളിൽ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഫൈനലി അവർ ആ ഒരു പേയ്മെൻറ്റ് ഉൾപ്പെടെ ചെയ്ത് കഴിയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഞാൻ ഒരു ഓർഡർ പാക്കിങ്ങിലേക്ക് പോകുന്നത്. ചിലവരുടേത് നൈറ്റ് ടൈം ഒരു 10 മണി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അന്നത്തെ ഓർഡേഴ്സ് എടുക്കാറില്ല, പിന്നെ ഞാൻ ഡേ ആഫ്റ്റർ ടുമാറോ എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ അങ്ങനെയായിരിക്കും അവർക്ക് റിപ്ലൈ കൊടുക്കാറുള്ളത്. അതായത് അടുത്ത ദിവസത്തിലേക്ക് ഞാൻ ചെയ്യാം, നാളത്തേക്കുള്ള ഐറ്റംസ് ഓൾറെഡി എനിക്ക് ഫിൽ ആയിട്ടുണ്ട്, പിന്നെ നമുക്ക് അയക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അടുത്ത ദിവസത്തിലേക്ക് അയക്കാം എന്ന് ഞാൻ കൂടുതൽ പേരോടും, ലൈക്ക് എനിക്ക് രാത്രിയിൽ എടുക്കുന്ന ഓർഡേഴ്സിൽ ഞാൻ കുറേ പേരോട് അങ്ങനെ പറയാറുമുണ്ട്. പിന്നെ അപ്പം ഞാനിത് മെയിനായിട്ട് ഇങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്ലൈ ലേറ്റ് ആവുള്ള മെയിൻ കാര്യം ഇതാണ്. പിന്നെ എനിക്ക് ജോബിന് കയറി കഴിഞ്ഞാൽ എൻ്റെ വർക്കിംഗ് ടൈമിൽ എനിക്ക് റിപ്ലൈ കൊടുക്കാനായിട്ടുള്ള ടൈം കിട്ടാറില്ല. ലൈക്ക് എനിക്ക് ഫോൺ യൂസ് ചെയ്യുമെങ്കിൽ പോലും എനിക്ക് അതിനുള്ള ടൈം എനിക്ക് കിട്ടാറില്ല. അതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് എൻ്റെ റിപ്ലൈ ലേറ്റ് ആവുന്നത്. അപ്പോൾ കൂടുതൽ പേർക്കും ഞാൻ രാവിലെ അല്ലെങ്കിൽ നൈറ്റ് ടൈം ആയിരിക്കും. ഇതിനിടയ്ക്ക് എൻ്റെ സൈഡിൽ നിന്നൊരു റിപ്ലൈ കിട്ടുന്നത് വളരെ കുറവായിരിക്കും. എന്തെങ്കിലും ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലോ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഓർഡർ എടുക്കുന്ന ടൈം രാവിലെയും നൈറ്റും എന്നുള്ള രീതിയിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു അപ്ഡേറ്റ് പറയാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ഇന്ന് നൈറ്റ് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ അവർക്ക് റിപ്ലൈ കൊടുക്കാറുമുണ്ട്. സോ അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ കിറ്റ് ഡെയിലി ആയിരുന്നു ഞാൻ കിറ്റ് ഇങ്ങനെ കൊറിയർ അയച്ചുകൊണ്ടിരുന്നത്, ഡിസ്പാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഡെയിലി അയക്കാമെന്ന് വെച്ചാൽ ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ എൻ്റെ ഫാമിലി തന്നെ ഓരോരുത്തരെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മൺഡേ വെനസ്ഡേ ഫ്രൈഡേ അങ്ങനെ 3 ദിവസത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഞാൻ കൊറിയർ അയക്കുന്നത്.
പിന്നെ ആരെങ്കിലും എമർജൻസി അത്ര ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നവർക്ക് മാത്രമായിരിക്കും. അങ്ങനെ ഇപ്പോൾ ചിലവർ പുറത്തോട്ടൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ലൈക്ക് ഔട്ട് ഓഫ് കേരള ചോദിക്കാറുണ്ട്, ഔട്ട് ഓഫ് ഇന്ത്യ ചോദിക്കുന്നവരുണ്ട്. അപ്പം നമുക്ക് ഇന്റർനാഷണൽ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ഒന്നും നമ്മൾ എത്തിയിട്ടില്ല, നമ്മൾ കുഞ്ഞ് സെയിലാണ്. പക്ഷേ ചിലവരുണ്ട് നാട്ടിൽ, ലൈക്ക് എന്താണ്, നാട്ടിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ട് വരുന്നുണ്ട്, സോ പെട്ടെന്നൊന്ന് അയക്കാമോ, സ്പീഡ് പോസ്റ്റ് ചെയ്യാമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്ക് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് അങ്ങനെയുള്ളത് അയക്കുന്നത്. ചിലവർ എത്ര എമർജൻസി ആണ്, പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റാക്കി തരാമോ എന്ന് എടുത്ത് ഇങ്ങോട്ട് പറയും. നമുക്ക് എത്ര ലൈക്ക് കൊറിയർ ചാർജ് എത്ര ആയാലും പ്രശ്നമില്ല, നമുക്ക് പെട്ടെന്നൊന്ന് ചെയ്യാമോ എന്ന് ചോദിക്കുന്നവർക്ക് മാത്രമാണ്, അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഞാൻ, അത്ര എമർജൻസി പറയുന്നവർക്ക് മാത്രമാണ് ഞാൻ അല്ലാത്തുള്ള ദിവസങ്ങളിൽ കൊടുക്കുന്നത്. അല്ലാതുള്ള എൻ്റെ കൊറിയർ അയക്കുന്ന ദിവസം മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ആയിരിക്കും കേട്ടോ. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയാനുള്ളവർ, എനിക്ക് ഓൾറെഡി ഞാൻ ഓർഡേഴ്സ് എടുക്കുന്നത് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ്, മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ്. അത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്ന് പറയുന്നത് ജുവൽസ് ബൈ ഗായു എന്ന് പറഞ്ഞിട്ടൊരു ഐ ഡി ഉണ്ട്, അതാണ് എൻ്റെ പേജ്. അപ്പോൾ അതുവഴിയായിരിക്കും ഞാൻ കൂടുതൽ ഓർഡേഴ്സും എടുക്കുന്നത്. ഒരു 80% ഓർഡേഴ്സ് വരുന്നത് അതിലൂടെയാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടായ ഗായത്രി ചിഞ്ചു എന്നും പറഞ്ഞിട്ടാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതിലും മെസ്സേജ് ഇടാറുണ്ട്. ആക്ച്വലി അതെൻ്റെ പേഴ്സണൽ അക്കൗണ്ടായിട്ട് ഞാനിപ്പോൾ അതുവഴി ഓർഡേഴ്സ് ഒന്നും എടുക്കാറില്ല. ജുവൽസ് ബൈ ഗായുവിൽ തന്നെ അയക്കാനായിട്ട് നോക്കുക മാക്സിമം പേരും. പിന്നെ ഇൻ കേസ് ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർ മാത്രം വാട്സപ്പിൽ അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അല്ലാത്തവർ കൂടുതലും ഇൻസ്റ്റാഗ്രാം ഉള്ളവരെല്ലാവരും ഇൻസ്റ്റാഗ്രാം വഴിയാ തന്നെ ഓർഡർ എടുക്കാനായിട്ട് ശ്രമിക്കുക. വാട്സപ്പ് ഞാൻ അങ്ങനെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി ചെയ്യാൻ പറയുന്നത്, എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി സ്റ്റോറി ഇട്ട് ഇൻഫോം ചെയ്യാറുണ്ട്. അപ്പം പക്ഷേ എനിക്ക് വാട്സപ്പിൽ അങ്ങനെ, എനിക്ക് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ആയത് എനിക്ക് പ്രോപ്പറായിട്ട് വാട്സപ്പിൽ അങ്ങനെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ എല്ലാവരുടെയും നമ്പർ സേവ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രമിക്കണം കേട്ടോ. മാക്സിമം ഇൻസ്റ്റാഗ്രാം ത്രൂ തന്നെ ഓർഡർ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഈ ഒരു കിറ്റ് മെയിനായിട്ട് എയിം ചെയ്യുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കിറ്റ്, ഇൻവിസിബിൾ ചെയിൻ മേക്കിംഗ് കിറ്റ് എന്ന് തന്നെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ ഇത് ബിഗിനേഴ്സ് മാത്രമല്ല സെയിൽ ചെയ്യുന്നവർക്കും യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ബിഗിനേഴ്സ് എന്ന് പറയാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് ഈ കിറ്റിലെ പല സാധനവും ലൈഫ് ലോങ് തന്നെ യൂസ് ചെയ്യാം. അതായത് ഇത് നമുക്ക് വൺസ് മേടിച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന കുറച്ച് ഐറ്റംസ് എന്ന് പറയുന്നത്, നമ്മുടെ കട്ടറുണ്ട്, ത്രെഡ് കട്ടറുണ്ട്. അത് നമ്മൾ ഈ നൂലൊക്കെ കട്ട് ചെയ്യാൻ എടുക്കുന്നതാണ്. അതാണ് നമ്മൾ ഗ്ലാസ് ഷീറ്റിൽ കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. പിന്നെ ഇതുപോലത്തെ 2 പ്ലെയേഴ്സ് ആണുള്ളത്. ഒന്ന് ഫ്ലാറ്റ് നോസ് പ്ലെയറും പിന്നെ ഒന്ന് റൗണ്ട് നോസ് പ്ലെയറും. എൻ്റെ ഒട്ടുമിക്ക വീഡിയോസ് നിങ്ങൾ കാണുന്നെങ്കിലും ഈ ഒരു ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്ലെയർ കട്ടറും ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു B7000 ഗ്ലൂ ആണ്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ കിറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഹെഡ് പിൻ ആൻഡ് ഐ പിൻ എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഹെഡ് പിൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഹെഡ് പിൻ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഐ പിൻ ആണ് കേട്ടോ. അപ്പോൾ ഈ 2 ഐറ്റം നമ്മുടെ കിറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ജംറിങ് ആണ് കേട്ടോ. ഈ ജംറിങ് നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ബാക്ക് ചെയിൻ പോലെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് കണക്റ്റിംഗ് ചെയിൻ പോലെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഞാനിതെല്ലാം എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കാണിച്ച 3 ഐറ്റംസും പ്ലേറ്റഡ് അല്ല. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഗിയർ ലോക്ക്. അപ്പോൾ ഗിയർ ലോക്ക് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റഡ് ഹെഡ് ആൻഡ് അതിൻ്റെ സ്റ്റോപ്പറാണ്. അപ്പോൾ നമുക്ക് അതൊരു 7-8 ജോഡി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡും അതിൻ്റെ ബാക്ക് സ്റ്റോപ്പറുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന കുറച്ച് ഐറ്റംസ്, ഇത് കുറേ പേര് ഓൾറെഡി ഞാൻ ഇപ്പോഴും അയക്കുന്ന കിറ്റിൽ കുറേ പേരോട് ഞാൻ പറയാറുണ്ട്. ഫിഷ് ഹുക്ക്, ഗോൾഡൻ ബീഡ്സ്, അതേപോലെ തന്നെ പെൻഡൻസ്. ഇത് 3 ഞാൻ ഒരുമിച്ചാണ് അയക്കുന്നത്. എൻ്റെ മുന്നത്തെ കിറ്റിൽ ഞാൻ മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ള ബീഡ്സ് അല്ലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അത്രയും ക്വാണ്ടിറ്റി കണ്ടിരുന്നത്. ഇപ്പോഴത്തെ ബീഡ്സ് എന്ന് പറയുമ്പോൾ മൈക്രോ പ്ലേറ്റഡ് ആയതുകൊണ്ട് ഒരു 10 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെക്കുന്നത്. അത് ഉള്ളത് നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ അത്രയും ക്വാണ്ടിറ്റി കുറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ കുന്തൻ സ്റ്റോൺസ് 3 ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ്, നമ്മൾ ഗോൾഡൻ ബീഡ്സും ഫിഷ് ഹൂക്കും പെൻഡൻസും ഒരുമിച്ചാണ് ഇടുന്നത്. പിന്നെ നമുക്ക് 3 ടൈപ്പ് കുന്തൻ സ്റ്റോൺസ്, ഞാൻ മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇപ്പം അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോട്ടസിൻ്റെ മാല ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഐറ്റംസ്, ഇത് കുറേ പേരെന്നോട് ചോദിക്കാറ് എന്താണെന്നുള്ളത്. അതാണ് നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് പെൻ എന്ന് പറയുന്നത്. അതിൻ്റെ യൂസൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് ഷീറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗിയർ വയറും വരുന്നുണ്ട് കേട്ടോ. ഗിയർ വയർ
ഇപ്പോഴും ഞാൻ എൻ്റെ എത്ര വീഡിയോസ് ഇട്ടാലും എനിക്ക് ഇപ്പോഴും എൻ്റെ വീഡിയോസിനടിയിൽ വരുന്നൊരു കമൻറ്റാണ് ഗിയർ വയറിൻ്റെ സൈസ് വയ്ക്കുന്നത്. എഗെയിൻ ഞാൻ പറയുന്നു, ഗിയർ വയറിന് സൈസ് ഇല്ല, അത് കേജ് വയർ ആണ്. ചിലർ ആർഗ്യുമെൻറ്റ് പോലെ എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇടാറുണ്ട് ഗിയർ വയറിന് സൈസ് ഡിഫറൻസ് ഉണ്ടെന്ന്. എനിക്ക് അവരോടൊന്നും തന്നെ പറയാനില്ല. അപ്പം നമ്മുടെ കിറ്റിൽ ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലൊരു ഐറ്റം കൂടെ ഞാൻ വെക്കാനായിട്ട് മറന്നുപോയെന്ന് തോന്നുന്നു, ഗ്ലാസ് ഷീറ്റാണ്. അങ്ങനെ ടോട്ടൽ ഇത്രയും ഐറ്റമാണ് നമ്മുടെ കിറ്റിൽ വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ തന്നെ ചെയ്യാൻ കാരണങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. അപ്പം ഇനി കിറ്റിന് ഓർഡർ തരുന്നവർ ഈ ഇത്രയും ഐറ്റംസുകളായിരിക്കും എന്നും കൂടെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തത്. അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ എൻ്റെ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് കിറ്റിൽ വരുത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ഒരു കിറ്റ് ചെയ്യാമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇടുവാണെന്നുണ്ടെങ്കിൽ, ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്ത് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് വഴി ഒന്ന് ഇൻഫോം ചെയ്യുന്നത് നല്ലതാട്ടോ. അപ്പോൾ എൻ്റെ സൈഡിൽ ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ മോഡിഫൈ ചെയ്യണം എന്നെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. കുറേ പേരൊക്കെ എനിക്ക് പേഴ്സണലി അങ്ങനെയും കൂടെ ചെയ്താൽ നല്ലതായിരിക്കും, ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമായിരിക്കും. അപ്പം അതുപോലെ തന്നെ പിന്നെ ഇൻക്ലൂഡഡ് ആയിട്ട് എനിക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ ഒട്ടും ലേറ്റ് ആവില്ല. എങ്ങനെ നമുക്ക് സെയിൽ ചെയ്യാം എന്നുള്ളൊരു ഐഡിയാസ്, എങ്ങനെയൊക്കെ നമുക്ക് സെയിൽ ചെയ്തെടുക്കാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. അതേപോലെ തന്നെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് ചോദിക്കുന്ന കാര്യങ്ങളാണ്, എന്തൊക്കെ ഐറ്റംസ് വേണം, ലൈക്ക് GST ഇൻക്ലൂഡഡ് ആക്കണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യണോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. സോ stay tuned for my next video. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.